വമിൻഹ ആ ഫുറൂകളിൽ പെട്ടതാണ് ഇഖ്തലഫൽ ജാനി വൽ വലിയു അക്രമിയും രക്ഷിതാവും തമ്മിൽ ഭിന്നഭിപ്രായത്തിലായി. ഏത് വിഷയത്തില്? ഫീ മുളിയി സമനിൻ ഒരു സമയം കഴിയുന്നതിന്. എങ്ങനത്തെ സമയം? യുംകിനു ഫീൽ ഇന്തിമാലു മുറിയായിട്ടുണ്ടെങ്കിൽ ആ മുറി കൂടാൻ പറ്റുന്ന സമയമുണ്ട്. ആ ഒരു സമയം കഴിയുന്നതിൽ ജാനിയും വലിയും തമ്മിൽ തർക്കം വന്നു. ഈ തർക്കത്തിൽ ആരെയാണ് സ്വീകരിക്കുന്നത്? വൽ മുസദ്ദഖു അൽ ജാനി. ഇന്നവിടെ വാസ്തവമാക്കപ്പെടേണ്ടത് ജാനിയാണ്. എന്താ കാരണം? അന്നൽ അസ്ല അടിസ്ഥാനം പറഞ്ഞാൽ അദമുൽ മുളി അവിടെ സമയം കഴിയാതിരിക്കലാണ്. അപ്പൊ അദമുൽ മുളി ഉണ്ടാവലാണ് അസ്ല്. ഇവ മുറിയാക്കി ഇന്ത്യമാലായി ഭരണമായിട്ടില്ല അങ്ങനെയെന്ന് അറിയുമ്പോ അവിടെ കഴിഞ്ഞു കിടക്കാതിരിക്കലാണ്. അപ്പൊ അസ്ല് നോക്കുമ്പോ പറഞ്ഞ വാക്ക് സ്വീകരിക്കണം. വമിൻഹ അക്കല തോമ വൈരിഹി ഒരാളെ ഭക്ഷണം കഴിച്ചു വേണം. വക്കാലം പറയും ചെയ്തു കുന്തു അബഹത്തുലിഹി അതിനെ ഞാൻ എനിക്ക് ഹലാലാക്കി തന്നു. അങ്കര മാലിക്ക് പറഞ്ഞു ഇല്ല അല്ല വക്കാലം പറഞ്ഞു കുന്തു അബഹത്തുലിഹി മാലിക്കിനോട് പറയാണ് നീ എനിക്കത് അനുവദിച്ച് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാനത് കഴിച്ചു, നീ എനിക്ക് അനുവദിച്ച് തന്നു. അപ്പൊ ഭക്ഷണത്തിന്റെ ഉടമ പറഞ്ഞു ഇല്ല ഞാൻ അനുവദിച്ച് തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോ സുദ്ദിഖൽ മാലിക്കു ആ തർക്കത്തിൽ മാലിക്കിനെയാണ് വാസ്തവമാക്കപ്പെടേണ്ടത്. അവിടെ എന്താ അസല്? അന്നൽ അസല് അതുമുൽ ഇബാഹത്തി അവിടെ അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ ഹലാലാക്കൽ ഇല്ലല്ലോ. അതുകൊണ്ട് വമിൻഹ ഇനി അതിൽപ്പെട്ടതാണ് എന്ത്? സുഇലൻ നബവിയോ ഇമാം നബവി റളിയല്ലാഹു അൻഹുവോട് ചോദിക്കപ്പെടുകയുണ്ടായി അൻ മുസ്ലിമിൻ ഒരു മുസ്ലിമിനെ കുറിച്ച്. എങ്ങനത്തെ മുസ്ലിം? ലഹു ആ മുസ്ലിമിനുണ്ട് ഇബ്നുൻ ഒരു മകനുണ്ട്. അങ്ങനത്തെ മകൻ മാത്തത്തു ഉമ്മുഹു ആ കുട്ടിന്റെ ഉമ്മ മരിച്ചു. അപ്പൊ കുട്ടിന്റെ ഉമ്മ മരിച്ചിട്ടൊരു കുട്ടിയുള്ള പിതാവ്, ആ പിതാവിനെ കുറിച്ചാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. യഹൂദിയത്തുൻ ഈ കുട്ടിക്ക് മുല കൊടുത്തത് ആരാണ്? ഒരു ജൂതപ്പെണ്ണാണ്. ലഹാ വലതും യഹൂദിയും അവൾക്കാണെങ്കിൽ ഒരു ജൂത കുട്ടിയുമുണ്ട്. സുമ്മ വാബൽ അബു പിന്നെ വാപ്പ മറഞ്ഞുപോയി. മുദ്ദത്തൻ കുറച്ചു സമയത്തിന് കാണാതെയായി. വഹളറ പിന്നെ വന്നു. വഖദ് മാത്തത്തുൽ യഹൂദിയത്തു വന്നു നോക്കുമ്പോ ജൂത സ്ത്രീ മരിച്ചു ചെയ്തിട്ടുമുണ്ട്. ഫലൻ യഅരിഫു ഇബ്നഹു മിൻ ഇബ്നിഹ ഇങ്ങനെ വന്നു നോക്കുമ്പോ ഓള കുട്ടിയും ഇവന്റെ കുട്ടിയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാതെ വന്നു പിതാവിന്. വലൈസൽ യഹൂദിയത്തി ജൂതപ്പെണ്ണിനാണെങ്കിൽ ഇല്ല. മൻ യഅരിഫു വലദഹ അവളെ കുട്ടിനെ പറ്റി അറിയുന്ന ഒരാൾ അവിടെ ഇല്ല. വലാ ഖാഫത ഹുനാക അവിടത്തിൽ അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരാളും ഇല്ല. അപ്പൊ ചുരുക്കത്തിൽ എന്താ ചോദ്യം? ഒരു മുസ്ലിമായ ഒരാൾക്കൊരു കുട്ടിയുണ്ട്, ആ കുട്ടിന്റെ ഉമ്മ മരിച്ചു. എന്നിട്ട് ആ കുട്ടിക്ക് മുല കൊടുത്തത് എന്താണ്? കുട്ടിയുള്ള ഒരു ജൂതപ്പെണ്ണ കൊടുത്തത്. എന്നിട്ട് ഈ മുസ്ലിമായ പിതാവ് നാട് വിട്ടു വന്നു. പിന്നെ തിരിച്ചു വന്നു നോക്കുമ്പോ കുട്ടിക്ക് മുലെടുത്ത ജൂതപ്പെണ്ണ് മരിച്ചു പോയിട്ടുണ്ട്. ഈ ജൂതപ്പെണ്ണിനും ഒരു കുട്ടിയുണ്ട്, ആൺകുട്ടിയുണ്ട്, ഇയാൾക്കൊരു ആൺകുട്ടിയുണ്ട്. രണ്ടാളെ കുട്ടി ഏതെന്ന് വകതിരിച്ചറിയുന്നില്ല. എന്നാ ജൂതപ്പെണ്ണിന്റെ കുട്ടി ഇന്നതാണെന്ന് അറിയാൻ പറ്റുന്ന ആൾക്കാരോട് എല്ലാതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു നിലപാട്? ഇതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി അജാബ മഹാൻ മറുപടി കൊടുത്തു. യബ്ഖൽ വലദാനി ഈ രണ്ട് കുട്ടികളും ഈ ജൂതപ്പെണ്ണിന്റെ കുട്ടിയും മുസ്ലിമായവന്റെ കുട്ടിയും അവിടെ അവശേഷിക്കും. മൗഖൂഫൈനി ഒന്നും വ്യക്തമാവാത്ത രൂപത്തിൽ രണ്ടിനോട് നിർത്തപ്പെടണം. ഏതുവരെ? അത്താ യബീന ഹാലു ലി ബയ്യിനത്തിൻ ഒരു തെളിവ് സഹിതം കിട്ടണം. അങ്ങനെ ലക്ഷ്യസായുധത്തോടുകൂടെ ആ രണ്ട് കുട്ടികളുടെ അവസ്ഥ വെളിപ്പെട്ട് വരണം. അങ്ങനെ വെളിപ്പെടുന്നത് വരെ അവിടെ നിർത്തുക. ഔ യബിലുക അല്ലെങ്കിൽ രണ്ടാളും പ്രായപൂർത്തി എത്തണം.
അതുവരെ നിർത്തുക. എന്നിട്ട് പോയി അന്തശിബാനി ഇന്തിസാബൻ മുഖ്തലിഫൻ, വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു തറവാടിത്ത ബന്ധത്തിലൂടെ ചേരുകയും വേണം. വഫിൽ ഹാലി, അപ്പൊ ആ സന്ദർഭത്തിൽ യൂളാനി ഫി യദിൽ മുസ്ലിമി, അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം? ഈ രണ്ട് കുട്ടികളെയും മുസ്ലിമിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടണം, നോക്കണം. അങ്ങനെ വയും ബലവ, ഇത് രണ്ടാളും പ്രായപൂർത്തിയെത്തി. വലം തൂജത് ബയ്യിനത്തുൻ വല ഖാഫത്തുൻ വലം ദിസാബൻ, വലം തൂജത്, അങ്ങനെ എന്തായില്ല, ഒരു തെളിവും കിട്ടണില്ല, ഞാൻ അറിയാൻ പറ്റുന്ന ആളുമില്ല, തറവാടിത്തൊന്നും മനസ്സിലാവണില്ല. ഇങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? പ്രായപൂർത്തി എത്തിയിട്ട് പിടുത്തം കിട്ടുന്നില്ല. ദാമൽ വഖഫു ഫീമ യർജുൽ നസബ്, തറവാടിത്തത്തിലേക്ക് മടങ്ങുന്ന ഒരു കാര്യത്തിൽ അവിടെ വിഷയം നീണ്ടു നിന്നങ്ങനെ പോകും. എന്നിട്ട് എന്ത് ചെയ്യണം? അവ രണ്ടുപേരും എന്താണ് മുസ്ലിം ആകുന്നത് വരെ ഈ രണ്ടാളെ കൊണ്ടും ഈ മുസ്ലിമായ ആൾ എന്ത് വേണം? ഫയം ചെയ്തുകൊണ്ടേയിരിക്കണം, അയാൾ കഴിയുള്ളൂ. ഇസ്ലാമി, ഇനി രണ്ടുപേരും ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണ് എങ്കിലോ, അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ ലം യുക്റഹ അലൈഹി, എന്നാ പിന്നെ ഇസ്ലാം മതം സ്വീകരിക്കാൻ്റെ മേലെ നിർബന്ധിക്കപ്പെടണോ? വേണ്ട. വലാ യുതാലബു വാഹിദുൻ മിൻഹുമാ ബിസ്സലാത്തി വലാ ഗൈരിഹാ മിൻ അഹ്കാമിൽ ഇസ്ലാമി, നിസ്കാരമല്ലാത്ത ഇസ്ലാമിന്റെ എന്തെല്ലാം നിയമങ്ങളുണ്ടോ അതൊന്നും ഈ രണ്ടിൽ ഒരാളോട് തേടാനും പാടില്ല. അപ്പൊ നിസ്കരിക്കൊന്നും പറയാൻ പാടില്ല, നോമ്പൊന്നും പറയാൻ പാടില്ല, നിർബന്ധിച്ച് ഇസ്ലാമാക്കാനും പറ്റുകയില്ല. എന്തുകൊണ്ട്? അന്നൽ അസ്ല അതും ഇൽസാമി ഹിമാബിഹി, അവ രണ്ടുപേരും എന്താണ് അത്തരം കാര്യങ്ങളെ കൊണ്ട് ഏറ്റെടുക്കലില്ലാതിരിക്കാനുള്ള അസ്ല്, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് സംശയം വരുന്ന എന്താ? ഇവ രണ്ടിൽ ഓരോരുത്തരുടെയും മേലിൽ ഐനിയായ നിലയിൽ വുജൂബുണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഒഹുമ, എത്തരത്തിൽ അവ രണ്ടുപേരും റജുലൈനി, രണ്ട് പുരുഷന്മാരെ പോലെയാണ്. എങ്ങനത്തെ രണ്ട് പുരുഷന്മാർ ചോദിച്ചാൽ രണ്ടിൽ നിന്ന് ഒരാളിന് കേൾക്കപ്പെട്ടു എന്ത്? സൗത്തുൻ, ഒരു ശബ്ദം, ഹദസ, പുതുതായി വന്നൊരു ശബ്ദം കേട്ടു. റാഹു, രണ്ടാളും ആ ശബ്ദത്തെ എന്തായെന്നറിയാമോ അങ്ങോട്ട് എന്തായി നിഷേധിച്ചു. രണ്ടിൽ ഒരാൾ എന്തോ ഒരു ശബ്ദം കേട്ടിട്ടുണ്ട്, എന്നിട്ട് ആ ശബ്ദം രണ്ടാളും എന്തായി നിഷേധിച്ചു. ഇങ്ങനെയുള്ള ഒരു രീതിയിലുള്ള രണ്ട് പുരുഷന്മാരെ പോലെയാണ് അവർ. ലാ യൽസമു വാഹിദൻ മിൻഹുമൽ വുളൂ, അത് വേറെ. സുമ്യാമിന്റെ അദീമ സൗത്ത് ഹദസിനാണ്, അശുദ്ധിയുടെ ശബ്ദം എന്നതിനർത്ഥം, പുതിയ ശബ്ദമല്ല. രണ്ടാളുണ്ട് ഇവിടെ, രണ്ടിൽ ഒരാളിൽ നിന്ന് എന്താണ് ഒന്നും മുറിയുന്ന ശബ്ദം കേട്ട്, രണ്ടാളും എന്തായി അങ്ങനെ ഉണ്ടായിട്ടില്ല, നിഷേധിച്ചു ചെയ്തു. എന്നാ പിന്നെ രണ്ടിൽ നിന്ന് ഓരോരുത്തർക്കും ഒന്നുണ്ടാക്കാൻ നിർബന്ധമാണെന്നുണ്ടോ? ഇല്ല, വരുന്നില്ലല്ലോ. ബൽ പിന്നെയോ യുഹിക്കമു ബി സിക്കത്തി സ്വലാത്തിഹിമാ ഫിൽ ളാഹിരി, പ്രത്യക്ഷത്തിൽ രണ്ടുപേരും പോയി നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമെന്നാണ് വിധിക്കപ്പെടുക. ഇങ്ങനെയുള്ള രണ്ടാളെ പോലെയാണ് ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് കുട്ടികൾ എന്നാണ്. രണ്ടിൽ ഒരാളത് എന്തായാലും യഥാർത്ഥം ചിന്തിച്ചാൽ നിസ്കാരം ബാത്തിലാണ് താൻ. എന്നിരുന്നാലും ലാഹിറിൽ രണ്ടാൾ ശരിയല്ലേ? ഇപ്പൊ കമാലോകാല റജുലൻ, ഒരാൾ പറയും പോലെ, ഈ പറവ ഉറാബൻ കാക്കയാണ്, ഈ പറക്കുന്ന പക്ഷി കാക്കയാണെങ്കിൽ, അങ്ങനെ വന്നാൽ എന്റെ ഭാര്യ തലാഖുടയവളാണ് എന്ന് പറഞ്ഞു. ഫഖാലാഖറു, അപ്പൊ മറ്റൊരാൾ പറയും, ഇല്ലം യകുൻ, പറക്കുന്നത് കാക്കയല്ല എങ്കിൽ താലിഖുൻ, അപ്പൊ എന്റെ പെണ്ണ് തലാഖുടയവളാണ് എന്നും പറഞ്ഞു. അപ്പൊ രണ്ടാളും പക്ഷിയെ കുറിച്ചാണ് ചർച്ച. ഒരാൾ കാക്കയാണെങ്കിൽ എന്റെ ഭാര്യ തലാഖ്, മറ്റാള് പറയാ കാക്കയല്ലെങ്കിൽ തലാഖ്. ഇങ്ങനെ രണ്ടാൾക്ക് തർക്കം വന്നു. അങ്ങനെ അതങ്ങോട്ട് പറന്നുപോയി ചെയ്തു. ഓറഫ്, അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല, അത് കാക്കയാണോ അല്ലേന്ന് അറിയില്ല. എന്നാൽ എന്താ മസ്അല? പ്രത്യക്ഷത്തിൽ ഈ രണ്ടിൽ നിന്നുള്ള ഓരോരുത്തർക്കും അനുവദനീയമാണ് അൽ-ഇസ്തിംതാഉ സൗജത്തിഹി, തന്റെ മണവാട്ടിയുമായി സുഖഭോഗം നടത്താം. ിൽ ബഖായ അൽ അസ്രി, രണ്ടാളെയും ഭാര്യ അസ്രി പ്രകാരം സംഭവിച്ചിരിക്കാനുള്ള ഭാര്യയായിട്ട് നിൽക്കണം, അതുകൊണ്ടാണ്. പിന്നെ അമ്മ നഫഖതുഹുമ,
ഈ രണ്ടുപേർക്കും കൊടുക്കേണ്ട ചെലവും ഒമൂലത്തും അവർക്ക് ഉണ്ടാക്കുള്ള ചെലവും കാര്യങ്ങളൊക്കെ ഫൈൻകാരലിക്കുല്ലിം മിൻഹുമ ഈ രണ്ടിൽ എല്ലാവർക്കും മാറി സമ്പത്തുണ്ട് എന്ന് വന്നാൽ കാലത്ത് വീഹി നാവിനെന്തായി ആ ചെലവ് അതിരുന്നായി ഇല്ല. ഇനി സമ്പത്ത് രണ്ടാക്കും ഇല്ലെങ്കിലോ വജബത്ത് അലാബിൽ മുസ്ലിമി മുസ്ലിമായ പിതാവ് ആരാണോ മുസ്ലിമായ ആളെ പിതാവ് ആരാണോ അയാളെ മേലാണ് നഫഖത്തു ഇബ്നി മകന്റെ ചെലവുകൾക്ക് നിർബന്ധമായി ബിശറത്തിഹി അതിന്റെ നിബന്ധന പ്രകാരം വതജിബു നഫഖത്തുൽ ആഖർ വേറെ ഒരാളെ ചെലവ് നിർബന്ധമാകും. ആ വേറെ ഒരു കുട്ടി ഏതാണ്? ഓവൽ യഹൂദി ജൂതക്കുട്ടിയാണ്. ആ കുട്ടിന്റെ ചെലവ് ബൈത്തുൽ മാൽ പൊതു ഖജാനാവുന്ന കൊടുക്കുക. ബിശർത്തി കൗനി ദിമ്മിയൻ ആ കുട്ടി എന്തായിരിക്കണം? പ്രായപൂർത്തിയെത്തിയ കുട്ടിയല്ലേ, ഇനി അവൻ ദിമ്മിയായിരിക്കണം എന്ന നിബന്ധന പ്രകാരം. ഇങ്ങനെയൊക്കെയാണ് ഈ മസ്തയിൽ പറയാനുള്ളത്. അപ്പൊ ഷർത്തുഹു അതിന്റെ ഷർത്ത് എന്താണ്? അയില്ല യക്കൂന ഹുനാക അഹദുൻ മിൻ ഉസൂലിഹി മിമ്മൻ തൽസമഹു നഫഖത്തുൽ ഖരീബി ഈ ജൂതക്കുട്ടിക്ക് ചെലവെടുക്കാൻ നിർബന്ധമാവുന്ന കൂട്ടത്തിൽ മാതാവോ പിതാവോ ആരുമില്ല. അങ്ങനെ ഇല്ലാതിരിക്കുന്ന സമയത്ത് അവിടെ അവർ അടുത്ത കുടുംബക്കാരെന്ന് ചെലവെടുക്കാൻ നിർബന്ധമായി ഒരാളും അവിടെ ഇല്ലാതിരിക്കണം. ഇങ്ങനെ വരുമ്പോഴാണ് പൊതു ഖജനാവെന്ന് കൊടുക്കുക. അടുത്ത കുടുംബത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ കൊടുക്കേണ്ടി വരും. കാഫിറിന്റെ അടുത്ത കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ മരിച്ചു പോയാലോ നസീബുഹു അവന്റെ വിഹിതം അവിടെ നിൽക്കും. ഹാലു അവസ്ഥ വ്യക്തമാകുന്നത് വരെ ഇവൻ ആര് കുട്ടിയാണ് എങ്ങനെയെന്നൊക്കെ അറിയാം. അല്ലെങ്കിൽ ഇസ്തിലാഹൻ അവിടെ നന്മ എങ്ങനെയാണ് അവശേഷിക്കുക അതുവരെ നിർത്തണം. വകദ ഇതേ പ്രകാരം തന്നെയാണ് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഈ പറയപ്പെട്ട രണ്ട് കുട്ടികൾ ഒരാൾ മരിച്ചാൽ അവനെ കുളിപ്പിക്കപ്പെടണം. സുല്ലിയാലഹി അവന്റെ മേൽ നിസ്കരിക്കപ്പെടണം. മുസ്ലിമീന മുസ്ലിങ്ങളുടെ മക്കബറയിൽ കൊണ്ടവനെ മറമാടുകയും ചെയ്യണം. യഹൂദി ജൂതന്മാരെയും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് മറമാടുന്നതിൽ കൊണ്ട് മറമാടുക. ആ ബാദൽ ബുലൂഇ ഇനി എന്താണ്? പ്രായപൂർത്തി എത്തിയ ശേഷം മരിച്ചാലോ വല്യംതിനാമിൽ ഇസ്ലാമിനെ തൊട്ട് അവർ വിസമ്മതിക്കുകയും ചെയ്തു. അതിന്റെ ശേഷം മരിച്ചാലോ അവനെ കുളിപ്പിക്കൽ ജായിസാണ്. ദൂനസ്ഥലാത്തി അലിഹി അവന്റെ മേൽ നിസ്കരിക്കലില്ല. എന്തുകൊണ്ട്? അന്നു യഹൂദീന മുർത്തദ്വൻ ആ മരിച്ചവൻ യഹൂദിയോ മുർത്തദ്വോ ആണ്. അതുകൊണ്ട വലാ യസിഹു നിക്കാഹു വാഹിദ് മിൻഹുമാ ഈ പറയപ്പെട്ട രണ്ടിൽ ഒരാൾ നിക്കാഹ് ശരിയാകുമോ? ഇല്ല. എന്തുകൊണ്ടാണത്? അന്നു യഹ്തമിലു അന്നു യഹൂദിയുൻ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളെന്താവാം? ജൂതനാവാം. മുസ്ലിമാരുടെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. ആ മുർത്തദ്വൻ അല്ലെങ്കിൽ മുർത്തദ്ദായിട്ട് വരും. അങ്ങനെ വരുമ്പോ വലാ യസിഹു നിക്കാഹു അപ്പൊ ഇവരെ നിക്കാഹ് ശരിയാകുമോ? ഇല്ല. ഏതുപോലെ മുസ്കിലിനെ പോലെ അവർ കല്യാണം കഴിക്കാൻ പറ്റൂലല്ലോ. പെണ്ണിനെ കെട്ടണവരാണോ? അങ്ങനെ ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമൊക്കെ വരും. ഇതറിയൂല. അപ്പൊ ഇങ്ങനൊരു വിഷയമാണ് ഈ ചോദ്യത്തിനെ കുറിച്ചുള്ള മറുപടിയിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു തർക്കത്തിന്റെ പരിഹാരം ഇങ്ങനെയാണ്. ഇനി അടുത്ത കായിക എന്താണെന്നുള്ളത് പിന്നെ പറയാം ഇൻഷാ അല്ലാഹ്.